നടക്കുകയാണ്. ADGP H വെങ്കടേഷ് സെക്രട്ടേറിയറ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തിന് വിട്ടിരിക്കുന്നു. നിലവിലെ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കും. തുടർ നടപടി സ്വീകരിക്കുക ഈ പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും എന്നുള്ളതാണ്. ആദ്യ പടി എന്നോണം അതിജീവിതയുടെ മൊഴിയെടുക്കുമെന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, എന്തൊക്കെ നടപടികളിലേക്കാണ് ഈ പരാതി കിട്ടിയ ഉടൻ തന്നെ സർക്കാർ കടക്കുന്നത്? ധന്യ, അതിജീവിതയുടെ പരാതിക്ക് പിന്നാലെ അതിനിർണായകമായ തിരക്ക് പിടിച്ച നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ അല്പസമയം മുമ്പാണ് അതിജീവിത എത്തി ഈ പരാതി നൽകിയിരിക്കുന്നത്. പരാതിക്കാരി അവിടെ തന്നെ സെക്രട്ടേറിയറ്റിൽ തന്നെ തുടരുന്നുവെന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെയാണ് ADGP H വെങ്കടേഷിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിടേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു വരുത്തുന്നത്. H വെങ്കടേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് തന്നെ H വെങ്കടേഷിന് കൈമാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. തിരക്കിട്ട നീക്കങ്ങളാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ പെൺകുട്ടിയുടെ മൊഴിയെടുത്താൽ പോലും അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ഈ കേസിന്റെ അന്വേഷണമുള്ളത് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിലവിൽ 2-3 പരാതികളുണ്ട്. നമുക്കറിയാം, നേരത്തെ ഒരു നടി റിനി കൊടുത്തൊരു പരാതിയുണ്ട്, ഒരു ട്രാൻസ്ജെൻഡർ നൽകിയ പരാതിയുണ്ട്. ഈ പരാതികളൊക്കെ അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് DYSP ഷാജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയതായി അതിജീവിത നൽകിയിരിക്കുന്ന പരാതിയും ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് നൽകുന്ന പരാതി സ്വാഭാവികമായും DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ കുറെ കൂടി ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ആ ടീമിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ അന്വേഷണ സംഘം വിപുലീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിവരം കൂടി നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത് വകുപ്പിൽ കേസെടുത്തു, എന്താണ് ഈ പരാതിയിൽ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്? ഏതൊക്കെ വകുപ്പുകളായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തുക എന്നുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ?